ഒരു മത്സര പരീക്ഷ വിജയിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം വിജയിക്കാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും? നമ്മളുടെ ലക്ഷ്യത്തിലേക്കെത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഫാക്റ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1, പ്ലാനിംഗ്. ഏതൊരു വിജയത്തിന് പിന്നിലും വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാകും. അതായത് ഒരു നല്ല വീട് വെക്കാൻ നമ്മൾ ആദ്യം നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മികച്ച റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിലും ഒട്ടുമിക്ക കാര്യത്തിലും വ്യക്തമായ പ്ലാനിലൂടെ ആയിരിക്കും വിജയം നേടിയെടുക്കുന്നത്. അതുപോലെ നമ്മൾക്ക് വിജയിക്കാൻ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ആദ്യം നല്ലൊരു പ്ലാൻ കണ്ടെത്തുക. ആ പ്ലാനിൽ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയൊക്കെ പോകണമെന്നും എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി പ്ലാനിൽ രേഖപ്പെടുത്തുക. ആദ്യം നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്തു, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഏത് എക്സാമാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. അതായത് എക്സാം സിലബസ്, ടോട്ടൽ മാർക്ക്, പ്രീവിയസ് ഇയർ മാർക്ക്, വിജയിക്കേണ്ട മാർക്ക് തുടങ്ങിയ വസ്തുതകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്പർ 3, ടൈം ടേബിൾ. പ്ലാനിങ്ങും എക്സാം സിലബസും മനസ്സിലാക്കിയ ശേഷം കൃത്യമായും വ്യക്തമായും ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. ചിട്ടയായ പഠന രീതിയും വിജയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താനും പ്രധാനമായും നല്ലൊരു ടൈം ടേബിൾ അനിവാര്യമാണ്. അതായത് ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ ആ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള ടൈമിൽ നമ്മൾ പഠിക്കേണ്ട സിലബസും പഠിക്കേണ്ട ടൈമും എന്നിവ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തുക. നമ്പർ 4, റിവിഷൻ. നമ്മൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് നന്നായി റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിലൂടെ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ മോഡലും നന്നായി പഠിക്കേണ്ട ടോപ്പിക്കിനെക്കുറിച്ചും കൂടുതലായി അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റിവിഷൻ മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യുക. നമ്പർ 5, ഫോക്കസ് ഓൺ അവർ എയിം. നമ്മുടെ ലക്ഷ്യത്തെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ലക്ഷ്യത്തിലെത്തിയാൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെപ്പറ്റി ചിന്തിക്കുക. അതിലൂടെ നമ്മുടെ ഭാവിയെ നോക്കിക്കാണുക. യാത്ര ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോഴെല്ലാം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഉറപ്പായും നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും.